എൻ്റെ പേര് KP സുരേഷ് കുട്ടനാട്. JSS പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് CP അജയകുമാർ കോഴിക്കോടാണ്. അദ്ദേഹം JSSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. UK കൃഷ്ണൻ ആലപ്പുഴ, അദ്ദേഹം JSS പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ബിജുമോൻ എറണാകുളമാണ്, പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹം സംസ്ഥാന TTK തോമസ് കോട്ടയം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പറയുന്ന അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ബിനു കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വന്നത് NDA ചെയർമാനെ കാണുവാനായിട്ടാണ്, ചന്ദ്രശേഖർജിയെ കാണുവാനാണ്. അഡ്വക്കേറ്റ് സംസ്ഥാന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് അവളെ ഞങ്ങൾ കണ്ടു. അതുപോലെ NDA ചാർജുള്ള AN രാധാകൃഷ്ണൻ അവരുടെ ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചു. ഞങ്ങൾ NDAയുടെ ഘടകകക്ഷിയാണ് JSS. ഇപ്പൊ നിലവിൽ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി ഞങ്ങളുടെ കൺവെൻഷൻ കൂടി. സഖാവ് AV താമരാക്ഷനെ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ട്, സംഘടനാപരത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തലസ്ഥാനത്തു നിന്ന് മാറ്റി പകരം അഡ്വക്കേറ്റ് CP അജയകുമാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയുണ്ടായി. NDAയുടെ 140 മണ്ഡലങ്ങളിലും NDA നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ JSS പാർട്ടി നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പറയുവാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. സംബന്ധിച്ചുള്ള മറ്റോ സീറ്റ് ഞങ്ങൾക്ക് നേരത്തെ ഒരു 10 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. 10 സീറ്റോളം ചോദിച്ചിട്ടുണ്ട്. അത് NDA യോഗം കൂടി എത്രയും നിങ്ങളെ അറിയിച്ചിട്ടില്ല, അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ആയിരുന്നു JSS പാർട്ടി എന്നുള്ള അതല്ല, താമരാക്ഷൻ NDAയുടെ ഭാഗമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി എന്നുള്ള നിലയിൽ, JSS പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനകത്ത് അംഗമായി, JSSന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. തുടർന്ന് ഇങ്ങോട്ട് 1/3/2026 അദ്ദേഹത്തെ പാർട്ടി മീറ്റിങ്ങിലൂടെ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളാണ് ഭൂരിപക്ഷം തീരുമാനമനുസരിച്ചാണ് തീരുമാനമാണ്. അഡ്വക്കേറ്റ് രാജൻബാബുവിന്റെ നേതൃത്വത്തിൽ UDF-നോടൊപ്പം JSS ഒരു ഭാഗമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ NDA-യോടൊപ്പം നിൽക്കുന്ന JSS ഞങ്ങളുടെ ഇതിലാണ്. അതിന്റെ പ്രസിഡന്റ്